മുഖ്യമന്ത്രി KSU തർക്കത്തിന് പരിഹാരമായിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശനും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. SFI പശ്ചാത്തലമുള്ള ജിയാണ ജെയിംസിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KSU നേതൃത്വം. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ആ കൂടിക്കാഴ്ചയോടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനെയായില്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് നീക്കം? ശ്രുതി ഷിഹാസ്, KSU മുഖ്യമന്ത്രി തർക്കത്തിന് അവസാനമാകുമെന്ന പ്രതീക്ഷയായിരുന്നു മുഖ്യമന്ത്രി VD സതീശനുമായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്ന പ്രതീക്ഷ. കാരണം ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSU അതൃപ്തി അറിയിച്ചതിന് തൊട്ടുപിന്നാലെ KSU നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരികയും പിന്നീട് കോൺഗ്രസിലെ നേതാക്കൾ പക്ഷം പിടിച്ച് പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തു. അത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുമെന്ന മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് KPCC അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ടതിന്റെ പിന്നാലെ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു. അതൊരു മഞ്ഞുരുക്കത്തിന്റെ സൂചനയായി നേതൃത്വം കണ്ടു. പക്ഷേ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അതുകൊണ്ട് അവിടെ ചർച്ച അവസാനിച്ചു. ഇനി എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും കോൺഗ്രസ് നേതൃത്വത്തില്ല. ഏതായാലും KSU നേതൃത്വമാകട്ടെ ജിയോണ ജെയിംസിനെ മാറ്റാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. കാരണം SFI പശ്ചാത്തലം, CPയുമായുള്ള ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ നിലപാടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.